തിരുവാതിര നൊയമ്പിൽ അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല. ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ എന്നിവ കനലിൽ ചുട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന നിവേദ്യ പ്രസാദം അന്നേ ദിവസം കഴിക്കണം. പ്രാദേശിക ഭേദമനുസരിച്ച് ഇതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലുള്ള വ്യത്യാസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നുണ്ട്. ഈ നിവേദ്യത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത്. മകീരം നക്ഷത്ര ദിവസം സന്ധ്യാസമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത്. ഗണപതി, പാർവതി, പരമശിവൻ എന്നീ ദേവതകൾക്ക് എട്ടങ്ങാടി നിവേദിക്കണം. കിഴങ്ങുകളുടെ കാര്യത്തിൽ അതാത് പ്രദേശത്തെ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. പ്രാദേശികമായി പിന്തുടരുന്ന പാചകവിധികൾ അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ചാമ, ഗോതമ്പ്, കൂവ കുറുക്കിയത് മുതലായവയൊക്കെ കഴിക്കാവുന്നതാണ്. നേന്ത്രക്കായയും കിഴങ്ങുകളും വൻപയറുമെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്കും തെക്കൻ ജില്ലകളിൽ വിശേഷമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എട്ടങ്ങാടി എന്ന വിഭവം തയ്യാറാക്കുന്നത്. കാച്ചിൽ, കൂർക്ക, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, നേന്ത്രക്കായ, പയർ, തേങ്ങ എന്നീ 8 സാധനങ്ങൾ ചേർത്ത് ചുട്ടോ പുഴുങ്ങിയോ തയ്യാറാക്കും. മകീരം മക്കൾക്കും തിരുവാതിര ഭർത്താവിനും എന്നാണ് പ്രമാണം. മുറ്റത്ത് വിളക്ക് തെളിയിച്ച് ഗണപതി സ്തുതി ഉൾപ്പെടെയുള്ള പാട്ടുകൾ പാടി വനിതകൾ തന്നെയാണ് എട്ടങ്ങാടി നിവേദിക്കുന്നത്. നിവേദിച്ച എട്ടങ്ങാടി വ്രതം നോൽക്കുന്ന എല്ലാവരും കഴിക്കണം.